ഉണ്ട് അമ്മേ. മമ്മിയോട് ഞാൻ പറഞ്ഞതാ എനിക്ക് ഇങ്ങോട്ട് പോരണമെന്ന്. എത്ര വഴക്കിട്ടാലും പിണങ്ങിപ്പോയാലും നവീനെ എനിക്ക് മനസ്സിൽ നിന്ന് പറിച്ചു കളയാനൊന്നും പറ്റില്ല. അത് അമ്മയ്ക്കറിയാം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് അമ്മ കണ്ടിട്ടുള്ളതല്ലേ. പിന്നെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി വഴക്കിട്ട് പെൺകുട്ടികള് അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ ഇരിക്കുന്ന അമ്മയ്ക്ക് മനസ്സിലൊരു കനല് വീഴും. ഇപ്പൊ മോളുടെ മമ്മിയുടെ മനസ്സിലും ആ കനല. പ്രത്യേകിച്ചും മോളുടെ സന്തോഷമല്ലാതെ സിത്താരയ്ക്ക് വേറൊന്നുമില്ലല്ലോ. അയ്യോ ഗാഥമോളെ, ഇനി എപ്പോഴാ മമ്മിയുടെ അടുത്തേക്ക് പോന്നേ? എന്താ നിർമ്മല ഇത്? മോളിങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും പോകുന്ന കാര്യമാണോ ചോദിക്കുന്നത്? അതിനെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഇങ്ങോട്ട് എപ്പോഴാ വന്ന് കയറുന്നേ, എപ്പോഴാ പോന്നെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഒരിടത്ത് ഉറച്ചു നിൽക്കണമെങ്കിലേ അത് വീട്ടിൽ നിന്ന് പഠിക്കണ്ടേ അമ്മ? പഠിപ്പിച്ചു കൊടുക്കാൻ ആളില്ലല്ലോ. നീ ഒന്നും മിണ്ടാതിരിക്കണേ എന്റെ കൊച്ചെ. സിത്താരെ പോലെ വലിയ വലിയ ആൾക്കാരൊക്കെ ഇന്റർവ്യൂ കൊടുക്കുമ്പോ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്റെ മോൾക്ക് ഞാൻ കെയർ കൊടുക്കുന്നത് പോലെ വേറെ ആർക്കും പറ്റില്ലെന്നൊക്കെ. അല്ലേ സിത്താരെ? അമ്മയും മോളും പരിഹസിച്ചതെന്ന് മനസ്സിലായി. എന്റെ മോള് കയറി വന്ന വീടായതുകൊണ്ട് അത്യാവശ്യമൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ എനിക്കറിയാം. അയ്യോ സിത്താര ക്ഷമിക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഞങ്ങളങ്ങ് പേടിച്ച് വിറച്ചു പോയേനെ കേട്ടോ. നിർമ്മലേ, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അങ്ങനെ മിണ്ടാതിരിക്കാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. ഇത് ഞങ്ങളുടെയും കൂടെ വീടാ. പുറത്തു നിന്ന് കയറി വരുന്നവരോട് ചിലതൊക്കെ പറയാൻ ഞങ്ങൾക്കൊക്കെ അവകാശമൊക്കെ ഉണ്ട്. ഇവളിവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ഓർത്താലേ ഈ ഗേറ്റിനകത്തേക്ക് കടത്താൻ പാടില്ല. എന്റെ മോൾ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പക്ഷെ അവളുടെ വളർത്തുദോഷമാണ്. എനിക്കത് പറഞ്ഞുകൊടുക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഈ കുടുംബത്ത്, കളരിക്കൽ കുടുംബത്തുള്ള നാഗശാപത്തിന്റെ ഫലവാത്. അല്ല, എന്റെ മകളുടെ പ്രവൃത്തിയെക്കുറിച്ച് അമ്മയും മോളും വാതോരാതെ സംസാരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഇവളോടൊന്നും ചെയ്തിട്ടില്ല. എണ്ണീനി പറയണോ ഞാനിത്?